ശകടാസുരവധം. കുട്ടികളെ ഇവിടെ വന്നിരിക്കൂ, നമുക്ക് കഥ തുടങ്ങാം. മധുരയിലെ രാജാവാണല്ലോ കംസൻ. കംസരാജാവ് എന്തു പറഞ്ഞാലും അവിടെയുള്ളവർ അനുസരിക്കണം. അനുസരിക്കാത്തവരെ കംസൻ കൊല്ലും. സ്വന്തം അച്ഛനായ ഉഗ്രസേന മഹാരാജാവിനെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടച്ചിട്ടാണ് കംസൻ രാജാവായത്. അപ്പോൾ തന്നെ അറിയാമല്ലോ കംസൻ എത്ര ദുഷ്ടനാണെന്ന്. കംസൻ്റെ ഭൃത്യന്മാരിൽ ഒരാളാണ് ശകടാസുരൻ. കംസൻ കുട്ടികളെ കൊല്ലാൻ വേണ്ടി പൂതനയെ പറഞ്ഞയച്ചുവല്ലോ. എന്തിനാ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് എന്നല്ലേ? ആ കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞ് കംസന്റെ അന്തകനായിരിക്കും എന്നുള്ള സമാധാനമാണ് കംസന്. പൂതനയെ പറഞ്ഞയച്ചിട്ട് എന്തായി? പൂതന തന്നെ ചത്തുപോയി. ഇനി എന്താ ചെയ്യുക എന്ന് ചിന്തിച്ചു. അപ്പോഴാണ് ശകടാസുരനെ വിളിച്ചു വരുത്തിയത്. ഈ അടുത്ത ദിവസങ്ങളിൽ ഗോകുലത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നിട്ടു വരാൻ കംസൻ ശകടാസുരനോട് പറഞ്ഞു. ഗോകുലത്തിൽ നന്ദഗോപരുടെ വീട്ടിലും ഒരു ഉണ്ണി പിറന്നിട്ടുണ്ട്. ആ ഉണ്ണിയെയും കൊന്നിട്ടു വരണമെന്ന് പ്രത്യേകം പറഞ്ഞു. നന്ദഗോപർ ആ ഗ്രാമത്തിൻ്റെ രാജാവാണല്ലോ, അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത്. ശരി, അങ്ങനെ ചെയ്തോളാമെന്ന് പറഞ്ഞ് ശകടാസുരൻ പോയി. ശകടാസുരൻ ഗോകുലത്തിൽ എത്തി. അവിടെയാണെങ്കിൽ എല്ലാവരും ഉത്സവത്തിരക്കിലാണ്. എന്താണ് ഉത്സവം? ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാളാണ്. യശോദയാണെങ്കിൽ ഉണ്ണിയെ കുളിപ്പിച്ച് മഞ്ഞപ്പൊട്ടുടുപ്പിച്ച് മുടിയിൽ മയിൽപ്പീലി ചാർത്തി നെറ്റിയിൽ തിലകം ചാർത്തി ആഭരണങ്ങളെല്ലാം അണിയിച്ച് ഒരുക്കിയിരുത്തി. കുളി കഴിഞ്ഞതല്ലേ, ഉണ്ണിക്ക് ഉറക്കം വരാൻ തുടങ്ങി. യശോദ ഉണ്ണിയെ പാൽ കൊടുത്ത് ഉറക്കിക്കിടത്തി. ഉണ്ണിയെ കിടത്തിയതിനടുത്ത് ഒരു വണ്ടി ഉണ്ടായിരുന്നു. ഉണ്ണിയുടെ കൂട്ടുകാരെ കാവലിനിരുത്തി യശോദ സദ്യ ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോയി. ശകടാസുരൻ ഗോകുലത്തിൽ എത്തിയല്ലോ. പക്ഷേ അവന് ദേഹമില്ലാത്തതുകൊണ്ട് അവനെ ആർക്കും കാണില്ലല്ലോ. വായുരൂപത്തിലല്ലേ അവൻ. അവൻ വിചാരിച്ചാൽ ഏത് സാധനങ്ങളിലേക്ക് വേണമെങ്കിലും പ്രവേശിക്കാൻ സാധിക്കും. മരത്തിലോ മേശയിലോ വണ്ടിയിലോ ഇങ്ങനെയുള്ള ഏതിലും അവന് പ്രവേശിക്കാം. ചില രാക്ഷസർക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. പിന്നീട് അവൻ എന്തു ചെയ്തെന്നറിയാമോ? ശകടാസുരൻ ആലോചിച്ചു എങ്ങനെയാണ് ഉണ്ണിയെ കൊല്ലുക എന്ന്. അപ്പോൾ അവനൊരു ആശയം കിട്ടി. ഉണ്ണിയുടെ അടുത്തുള്ള വണ്ടിയിൽ പ്രവേശിച്ച് ഉരുണ്ടു വന്ന് ഉണ്ണിയുടെ മേൽ വീണ് ഉണ്ണിയെ കൊല്ലാമെന്ന് ചിന്തിച്ചു. അങ്ങനെ അവൻ ആ വണ്ടിയിൽ പ്രവേശിച്ചു. നമ്മുടെ ഉണ്ണിക്കണ്ണൻ ആരാ ആള്? ശകടാസുരൻ്റെ പ്രവർത്തികളെല്ലാം കണ്ട് ഉണ്ണി ചിരിച്ചുകൊണ്ട് ഉറങ്ങിയ മാതിരി കിടക്കുകയാണ്. മഹാവിഷ്ണു അല്ലേ ആള്? ഇത് ആർക്കും അറിയില്ലല്ലോ. അങ്ങനെ വണ്ടി ഉരുണ്ടുവരാൻ തുടങ്ങി. ഉണ്ണിയുടെ ദേഹത്തിൽ എപ്പോൾ തട്ടും എന്ന നിലയിലായി. അപ്പോഴേക്കും ഉണ്ണി ഉണർന്ന് കൈകാലിട്ടടിച്ച് കരയാൻ തുടങ്ങി. വണ്ടി അടുത്തെത്തിയതും ഉണ്ണി കാലുകൊണ്ട് വണ്ടിക്ക് ഒരു തട്ട് കൊടുത്തു. എന്താ പറയുക, വണ്ടി അതാ ചടപടാന്ന് മറിഞ്ഞു വീണ് പൊടി പൊടിയായി പോയി. ഈ ശബ്ദം കേട്ട് യശോദയും ഗോപന്മാരും ഓടി വന്നു. അവർ നോക്കിയപ്പോൾ ഉണ്ണിയുടെ അടുത്തുള്ള വണ്ടി പൊട്ടിപ്പൊടിഞ്ഞു കിടക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ആരാണ് ഇത് ചെയ്തതെന്ന് കുട്ടികളോട് ചോദിച്ചു. ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല. വണ്ടി ഉരുണ്ടുവന്ന് ഉണ്ണിയുടെ ദേഹത്ത് തട്ടുമെന്നായപ്പോൾ ഉണ്ണി കാലുകൊണ്ട് ഒരു തട്ട് വെച്ചു കൊടുത്തു. അപ്പോഴാണ് വണ്ടി പൊട്ടിപ്പൊടിയായത്. അങ്ങനെ ദേഹമില്ലാത്ത ശകടാസുരന് ഉണ്ണിയുടെ, അതായത് ഭഗവാന്റെ കാൽ തട്ടി അവന് മോക്ഷം കൊടുത്തു. ഉണ്ണിയാണെങ്കിലോ ഉണർന്ന് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ കളിച്ചു കിടക്കുകയാണ്.
എങ്ങനെയുണ്ടായിരുന്നു ശകടാസുരന് മോക്ഷം കിട്ടിയ കഥ? മനസ്സിലായോ കുട്ടികളെ? ഇഷ്ടമായോ? ഇനി നാളെ പറയാം.